ഗുനിയയ്ക്ക് ഗോമൂത്രം ബെസ്റ്റ് മരുന്നെന്ന് പഠനഫലം. പ്രതിരോധ മരുന്നായി പരീക്ഷിച്ചപ്പോൾ വൈറസിന്റെ അളവ് 90% കുറഞ്ഞുവെന്നാണ് IIT റൂർക്കിയിലെ ഗവേഷകരുടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ചിക്കൻ ഗുനിയ വൈറസിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ചില ആന്റിവൈറൽ ഘടകങ്ങൾ ഗോമൂത്രത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പുതിയ ഗവേഷണ ഫലങ്ങൾ ശ്രദ്ധ നേടുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയിലെ ശാസ്ത്രജ്ഞരാണ് ഈ പഠനം നടത്തിയത്. ഈ ഗവേഷണ ഫലം അന്താരാഷ്ട്ര ശാസ്ത്ര ജേണലായ ACS അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. IIT റൂർക്കിയിലെ ബയോ സയൻസസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ ശൈലി തോമറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് ഈ പഠനം നടത്തിയത്. ഇന്ത്യയിലെ വിവിധ ആയുർവേദ ബയോമെഡിക്കൽ ഗവേഷണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഈ പഠനം പൂർത്തീകരിച്ചത്. വൈറൽ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ചെലവ് കുറഞ്ഞതും പ്രകൃതിദത്തവുമായ സാധ്യതകൾ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഗവേഷണം. ഗവേഷകർ വ്യക്തമാക്കുന്നത് പ്രകാരം ലബോറട്ടറിയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ശുദ്ധീകരിച്ച ഗോമൂത്രം ചിക്കൻ ഗുനിയ വൈറസ് ബാധിച്ച കോശങ്ങളിൽ ചേർത്തപ്പോൾ വൈറസ് വർധനയിൽ ശ്രദ്ധേയ കുറവ് കണ്ടെത്തി. ചില പരീക്ഷണങ്ങളിൽ വൈറസിന്റെ സാന്നിധ്യം 90%-ലധികം കുറയുന്നതായി രേഖപ്പെടുത്തി. ഈ ഫലത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗോമൂത്രത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ചില ജൈവ സംയുക്തങ്ങളാണെന്ന് പഠനം പറയുന്നു. പ്രത്യേകിച്ച് ബെൻസോയിക് ആസിഡ്, ഹിബ്യൂരിക് ആസിഡ്, ഒലയിക് ആസിഡ് എന്നിവ വൈറസ് പ്രവർത്തനം തടയുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതായാണ് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് കരുതി ഗോമൂത്രം ചിക്കൻ ഗുനിയയ്ക്ക് നേരിട്ട് മരുന്നായി ഉപയോഗിക്കണമെന്നല്ല ഗവേഷകർ വ്യക്തമാക്കുന്നത്. ഗോമൂത്രത്തെ കറുത്ത ജീരകത്തിലെ പ്രധാന ഘടകമായ തൈമോക്കിനോണും കുരുമുളകിലെ പെപ്പറിനും ചേർത്ത് നടത്തിയ പരീക്ഷണങ്ങളിൽ കൂടുതൽ ശക്തമായ ഫലങ്ങൾ ലഭിച്ചതായും ഗവേഷകർ പറയുന്നു. ഈ സംയോജനം ഉപയോഗിച്ചപ്പോൾ ചില സാഹചര്യങ്ങളിൽ വൈറസിന്റെ സാന്നിധ്യം 99.85% വരെ കുറയുന്നതായി റിപ്പോർട്ട് ചെയ്തുവെന്നാണ് ഗവേഷകർ പറയുന്നത്. നിലവിലെ കണ്ടെത്തൽ ലബോറട്ടറി കോശങ്ങളിൽ നടത്തിയ നിയന്ത്രിത പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ തന്നെ ഇതിന്റെ യഥാർത്ഥ ചികിത്സാ സാധ്യതകൾ വിലയിരുത്താൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. സുരക്ഷ, ഡോസേജ്, ദീർഘകാല ഫലങ്ങൾ, പാർശ്വഫലങ്ങൾ എന്നിവ വിലയിരുത്താതെ ഇത്തരം കണ്ടെത്തലുകൾ ക്ലിനിക്കൽ ചികിത്സയായി ഉപയോഗിക്കരുതെന്ന് ഗവേഷകർ ഊന്നി പറയുന്നു. ഇതിന് കൂടുതൽ ക്ലിനിക്കൽ ട്രയലുകളും വിപുലമായ പഠനങ്ങളും അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വൈറൽ രോഗങ്ങൾ ലോകമെമ്പാടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ചികിത്സാ സാധ്യതകൾ അന്വേഷിക്കുന്നത് ശാസ്ത്രലോകത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഡെങ്കി, ചിക്കുൻ ഗുനിയ, സിക്ക തുടങ്ങിയ രോഗങ്ങൾ പടർത്തുന്ന ഈഡിസ് ഈജിപ്തി, ഈഡിസ് ആൽബോപിറ്റക്സ് കൊതുകുകൾ ഇപ്പോഴും വൻ പൊതുജനാരോഗ്യ ഭീഷണിയായി നിലകൊള്ളുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ ലഭ്യമായ പ്രകൃതിദത്ത ഘടകങ്ങളിൽ നിന്ന് ആന്റിവൈറൽ സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന പഠനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നടന്നുവരുന്നുണ്ട്. IIT റൂർക്കിയുടെ ഈ ഗവേഷണവും അത്തരമൊരു ശാസ്ത്രീയ ശ്രമത്തിന്റെ ഭാഗമാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.